ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററിക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. മലയാളത്തിൽ പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നിങ്ങളുടെ ഹിസ്റ്ററിക്കാരുടെ സോഷ്യോളജിക്കാരുടെ തത്സം എല്ലാ പേപ്പറുകളുടെയും നോട്ട്സ് ഉണ്ട്. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവർ മലയാള നോട്ട്സ് പെയ്ഡ് നോട്ട്സാണ് കേട്ടോ, പറഞ്ഞില്ല എന്നുള്ള പെയ്ഡ് നോട്ട്സാണ്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മുൻ വീഡിയോസിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കേരള ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ പേര് ജിയോഗ്രഫി ആൻഡ് പ്രീ ഹിസ്റ്ററി എന്നാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് മൗണ്ടെയ്ൻസ് ആൻഡ് പാസസ് ആണ്. അപ്പം അതിൽ നമ്മൾ വരുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്ക് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെയും മലമ്പാതകളുടെയും ഒക്കെ പങ്ക് വിശകലനം ചെയ്യാനാണ്, അല്ലെങ്കിൽ പങ്ക് എന്താണെന്നുള്ളതാണ് നോക്കാം. നമുക്ക് പശ്ചിമഘട്ടം കേരളത്തെ പുറത്തുള്ള പശ്ചിമ ഭാരത പ്രദേശങ്ങളിൽ നിന്ന് വിഭജിക്കുന്ന ഒരു പ്രകൃതി ഘടനയാണ്, അതായത് പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു രേഖയായിട്ടാണത് പ്രവർത്തിക്കുന്നത്. പുറത്തുള്ള പശ്ചിമ ഭാരത പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുന്ന ഒരു രേഖ. ഇത് കേരളത്തിൻ്റെ സംസ്കാരം, ഭാഷ, സാമൂഹിക വ്യവസ്ഥ എന്നിവയെ സ്വതന്ത്രമായിട്ട് വികസിക്കാൻ സഹായിക്കുന്ന ഒരു മേഖല കൂടിയാണ്. പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മലമ്പാതകൾ കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളുമായിട്ട് വ്യാപാര ബന്ധം, സാംസ്കാരിക കൈമാറ്റം, സൈനിക നീക്കങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള വാതിലുകൾ തുറക്കുകയും അല്ലെങ്കിൽ അതിന് അവസരമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. മലമ്പാതകളിൻ്റെ മധ്യഭാഗമാണ് ആ മധ്യഭാഗത്തിലൂടെ മറ്റ് പ്രദേശങ്ങളുമായിട്ടുള്ള, അതുപോലെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ആയിട്ടുള്ള വ്യാപാര വഴികൾ തുറക്കുന്നുണ്ട്. പുരാതന കാലത്ത് കേരളത്തിലെ മസാലകൾ, കറിവേപ്പില, കുരുമുളക് മുതലായവയൊക്കെ ഈ പാതകളിലൂടെയാണ് കൊണ്ടുപോയിരുന്നത്. ഈ വ്യാപാര ബന്ധങ്ങൾക്കിടയിൽ രാഷ്ട്രീയ കൈമാറ്റങ്ങൾ നടന്നു, അതേപോലെ തന്നെ സാംസ്കാരിക കൈമാറ്റങ്ങളും നടന്നു. അതായത് മറ്റ് സംസ്കാരങ്ങളുമായിട്ടും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളുമായിട്ടൊക്കെ ഇടപഴകാൻ കേരളത്തിനും അതുപോലെ മറ്റ് ദേശങ്ങൾക്കും തിരിച്ചിങ്ങോട്ടും സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും പശ്ചിമഘട്ടം സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ അതിഥികൾക്ക് സംസ്ഥാനത്തെ അപ്രാപ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ മലമ്പാതകൾ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രാഷ്ട്രീയ ശക്തി ഉണ്ടായിരുന്നു. അവയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, മലമ്പാതകളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വലിയ രാഷ്ട്രീയ ശക്തികൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പഴയ കൊച്ചി, തിരുവിതാംകൂർ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, മലമ്പാതകളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുണ്ടായിരുന്നു അവർക്ക്. ആ മലമ്പാതകൾ വഴി തന്നെയാണ് ഹൈദരാലി, ടിപ്പു പോലെയുള്ള മൈസൂർ സുൽത്താൻമാർ കേരളത്തിലേക്ക് വന്നതും. അതെന്തായി പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള ഏറ്റുമുട്ടലുകൾക്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു. പശ്ചിമഘട്ടം കാഠിന്യവും ഹരിതവുമായ ഭൂപ്രകൃതിയാണ്. ഏറ്റവും കാഠിന്യമുള്ളതും പച്ചപ്പുള്ളതും, അതാണ് പച്ചപ്പുള്ളതുമായ ഒരു ഭൂപ്രകൃതിയും കൂടെ. അപ്പോൾ ഇതൊരു നിർദ്ദിഷ്ട റിലീഫ് മേഖലയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഉപഭൂഖണ്ഡത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കേരളം ഏറെക്കുറെ വേറിട്ട് നിൽക്കുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരേ സമയം ഒരു പരിധിയുടെയും, അതായത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിന് ഒരു പരിധി നിശ്ചയിക്കുന്നതിൻ്റെയും ഒരു ബന്ധപാതയുടെയും രൂപമാണ് ചെയ്തത്. അത് മറ്റുള്ളവരോട് ബന്ധം സ്ഥാപിക്കാനുള്ളൊരു മാർഗ്ഗം മലമ്പാത വഴി ഒരുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അമിതമാകുന്നതിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്തുന്നതിനും ഇതിന് സാധിച്ചിട്ടുണ്ട്, പശ്ചിമഘട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സഹജമായ ഗുണങ്ങളും മനുഷ്യനുപയോഗിച്ച വഴികളും ചേർന്ന് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഗതികാലത്തെ അത് നിർണയിച്ചു. ഇതാണ് പശ്ചിമഘട്ടത്തിൻ്റെ മലമ്പാതകളുടെയും പങ്ക് കേട്ടോ. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഭീഷണികളുമാണ് എന്നുള്ളത് ചോദിക്കുക. പശ്ചിമഘട്ടം വൈവിധ്യത്തിൻ്റെ സമൃദ്ധമായ യുനെസ്കോ ലോക പാരമ്പര്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണ മേഖലയാണ്. കേരളത്തിൽ ഇത് അത്യന്തം പ്രാധാന്യമുള്ളതും പലരും ആനുകാലിക ഗുണങ്ങളും അതിന് നൽകുന്നുണ്ട്, അതിനുണ്ട് താനും. അതിൻ്റെ ഒരു മറ്റ് പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആനുകാലിക പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പരിസ്ഥിതിപരമായ പ്രാധാന്യമുണ്ട്, അതായത് ജൈവ വൈവിധ്യം കൊണ്ട് സമൃദ്ധമാണ്. പിന്നെ ജലസേചന ഉത്ഭവ കേന്ദ്രമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥാ നിയന്ത്രണത്തിന് പശ്ചിമഘട്ടത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥാ നിയന്ത്രണത്തിന് പശ്ചിമഘട്ടത്തിന് പ്രധാന പങ്കുണ്ട്. രണ്ടാമത്തത് സാമ്പത്തിക സാമൂഹിക പ്രാധാന്യം. സാമൂഹിക പ്രാധാന്യം പറഞ്ഞാൽ കൃഷിക്കും വനസമ്പത്തിനും അടിസ്ഥാനമായ ഭൂമിശാസ്ത്രമാണത് പ്രദാനം ചെയ്യുന്നത്. പിന്നെ ജലസേചന പദ്ധതികൾക്കും വൈദ്യുതോൽപാദനത്തിനും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യകരമായ പ്രത്യാഘാതങ്ങൾ, പ്രത്യക്ഷ ലാഭങ്ങൾ പശ്ചിമഘട്ടം കൊണ്ടുണ്ടായിട്ടുണ്ട്. അതായത് ശുദ്ധജലം, ശുദ്ധവായു, ഔഷധ സസ്യങ്ങൾ ഇവ മനുഷ്യ ജീവിതത്തിന് സഹായകമാണ്. അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്.
ഇനി എന്തൊക്കെയാണ് അതിൻ്റെ നമ്മളോട് ഗുണങ്ങളും പിന്നെ എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളത്? പശ്ചിമഘട്ടത്തിൽ ഭീഷണികൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭീഷണികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പശ്ചിമഘട്ടത്തിന് നേരെയുള്ള ഭീഷണികളാണ് കേട്ടോ. ഒന്ന് ആരോഗ്യപരമായ പ്രത്യക്ഷ ലാഭം. പിന്നെ ഭീഷണികളിൽ ഒന്ന് വനനശീകരണം. രണ്ടാമത്തത് ഖനനം. മൂന്നാമത്തത് നിരന്തരം നിലനിൽക്കുന്ന മനുഷ്യ അകമ്പടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മോശമായ പ്രവൃത്തികൾ. പിന്നെ നാലാമത് വരുന്നത് കാലാവസ്ഥാ വ്യതിയാനം. മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നു. പിന്നെ അപകടകരമായ വികസന പദ്ധതികൾ, മനുഷ്യൻ നടപ്പിലാക്കുന്ന ഇപ്പം മുല്ലപ്പെരിയാർ, മുല്ലപ്പള്ളി, ഇരിഞ്ഞാലക്കുട, വയനാട് ഒക്കെ ഇടിവുകളുണ്ടല്ലോ, അതൊക്കെ എന്താണ്? അപകടകരമായ വികസന പദ്ധതികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനു നേരെയുള്ള പശ്ചിമഘട്ടത്തിന് നേരെയുള്ള ഭീഷണികൾ. അപ്പോൾ പശ്ചിമഘട്ടം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ഒരു ജീവധാരയാണ്. കേരളത്തിൻ്റെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ദക്ഷിണേന്ത്യയുടെ ഒരു ജീവധാരയാണ്. അതിൻ്റെ സംരക്ഷണം ഏകദേശം നമ്മുടെ നിലനിൽപ്പിൻ്റെ സംരക്ഷണം, അതായത് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യൻ്റെ, കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ സംരക്ഷണമാണ്. അവിടെ ആ മേഖലയിലുള്ള മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ മേഖലയിലെ മനുഷ്യനെ സംരക്ഷിക്കണമെങ്കിൽ സംരക്ഷിച്ചേ മതിയാകൂ? പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ചേ മതിയാകൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്. എങ്ങനെ? പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ആ മേഖലയിലെ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ സംരക്ഷണമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. പശ്ചിമഘട്ടം അതിനെ തുടർന്നുള്ള മലമ്പാതകളെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ച സമന്വിത വികസന പദ്ധതികൾ വഴി നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ നിലനിൽപ്പും പ്രാധാന്യവും ഉറപ്പാക്കേണ്ടതുണ്ട്. വികസനമാവാം അല്ലേ? വികസനം ആവശ്യമാണ്, രാജ്യങ്ങൾക്ക് വികസനം ആവശ്യമാണ്. പക്ഷേ ആ വികസനം എന്തായിരിക്കണം? നമുക്ക് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള, നമ്മളാക്കിയിട്ടുണ്ടാക്കിയതല്ല പശ്ചിമഘട്ടത്തെ, നമുക്ക് പ്രകൃതിയാ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഭൂപ്രകൃതികളെ സംരക്ഷിച്ചു കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിൽ കവിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ എന്തിന് കാരണമാകും? ഇതുപോലെയുള്ള പശ്ചിമഘട്ടം പോലെയുള്ള പരിസ്ഥിതി സംരക്ഷണ മേഖലകളെ, അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കില്ല, പരിസ്ഥിതിയായിട്ട് മനുഷ്യനെ സംരക്ഷിക്കാനുണ്ടാക്കിയിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നതിലേക്കും അതുവഴി മനുഷ്യൻ്റെ തന്നെ ആ ഏരിയകളിലെ മാത്രമല്ല സംഭവിക്കുക. കാരണം അതിന് അപകടം സംഭവിച്ചാൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാൽ അത് മുഴുവൻ ജനവിഭാഗങ്ങളെയും ബാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ഇത്തരത്തിലുള്ള മേഖലകളെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. പറഞ്ഞല്ലോ, നമ്മൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഇന്ത്യയിലെ തന്നെ കേരളത്തിലുള്ള പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ അഭിമാനിക്കാം. അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. അതിൽ പ്രധാനമായിട്ടും പശ്ചിമഘട്ടവും അതിനോടനുബന്ധിച്ചുള്ള മലമ്പാതകളുമാണ് വരുന്നത് ഈ ഒരു യൂണിറ്റിൽ. ഇത്രയുള്ളതിന് വരാൻ സാധ്യതയുള്ള ഏരിയ കേട്ടോ. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യം, പശ്ചിമഘട്ടത്തിന് നേരെയുള്ള ഭീഷണികൾ, പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഏകദേശമായി കേട്ടോ. അപ്പോൾ അത് ഓക്കെ, എത്രയുള്ളതിൽ വരുന്നത്. താങ്ക്സ്.